വാവർക്കെതിരായ വിദ്വേഷ പരാമർശത്തിൽ ശാന്താനന്ദ മഹർഷിക്കെതിരെ പോലീസ് അന്വേഷണം തുടങ്ങി. ദൃശ്യങ്ങളുടെ ശാസ്ത്രീയ പരിശോധന നടത്തി. മഹർഷിയുടെ മൊഴിയെടുക്കുന്നതിൽ തീരുമാനം ഉടനുണ്ടാകും. സാക്ഷിമൊഴികളും രേഖപ്പെടുത്തും. ആഷിൻ ഡിയോഗം നൽകും വിശദാംശങ്ങൾ. ആഷിൻ, ആദ്യം നിയമോപദേശം കിട്ടിയ ശേഷം കേസെടുക്കാമെന്നൊക്കെയായിരുന്നു പോലീസിന്റെ നീക്കം. എന്തായാലും അക്കാര്യത്തിൽ ഒരു തീരുമാനമായി. പോലീസ് അന്വേഷണം ഇനി ഏത് രീതിയിലായി? ഗുഡ് മോർണിംഗ് ശ്രുതി, പാർവതി. സൂചിപ്പിച്ച പോലെ തന്നെയാണ് നേരത്തെ നിയമോപദേശം ലഭിച്ച ശേഷം കേസെടുക്കാം എന്നൊരു നിലപാടിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഈ വിവാദ പ്രസംഗത്തിന്റെ ഈ ദൃശ്യങ്ങളുടെ ശാസ്ത്രീയ പരിശോധന നടത്താൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ശാന്താനന്ദ അവരുടെ മൊഴി പോലും രേഖപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ എന്ന് മൊഴി രേഖപ്പെടുത്തണം, ഏതൊക്കെ രീതിയിൽ മൊഴി രേഖപ്പെടുത്തണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം ഉടനുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ചടങ്ങിൽ പങ്കെടുത്തവരുടെ മൊഴി രേഖപ്പെടുത്താനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ദൃക്സാക്ഷികളുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തും എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി ഹൈന്ദവ സംഘടനകൾ സംഘടിപ്പിച്ച ശബരിമല സംരക്ഷണ സംഗമത്തിലാണ് ഇത്തരത്തിൽ ശാന്താനന്ദ മഹർഷി ഒരു വിവാദ പ്രസ്താവന ഈ വാവർ സ്വാമിക്കെതിരെ നടത്തിയിട്ടുള്ളത്. അയ്യപ്പനുമായി പുലബന്ധം പോലും ഇല്ലാത്ത ഒരാളാണ് വാവർ സ്വാമി. മാത്രമല്ല അയ്യപ്പനെ ആക്രമിച്ച് കീഴടക്കാൻ വന്ന അക്രമകാരിയും ഒരു തീവ്രവാദിയുമാണ് ഈ വാവർ എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രസ്താവന. അതിനുശേഷം മറ്റൊരു ക്ഷേത്രം കൂടി ശബരിമലയ്ക്ക് സമീപം പണിയണം എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ശിവന്റെ ഭൂതങ്ങളിലൊന്നായ വാപുരയുടെ ക്ഷേത്രമാണ് വേണ്ടത്, അല്ലാതെ വാവർ സ്വാമിക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകളൊന്നും തന്നെ ആവശ്യമില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുള്ളത്. ശബരിമലയിൽ എത്തുന്ന അയ്യപ്പന്മാർക്ക് ഇത്തരത്തിൽ വാപുര ക്ഷേത്രത്തിന് മുന്നിൽ തേങ്ങയടിച്ച് സന്നിധാനത്തെത്താനുള്ള സൗകര്യമാണ് ഒരുക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഈ ശാന്താനന്ദ മഹർഷി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 2 പരാതികളാണ് നിലവിൽ പന്തളം പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഒന്ന് കോൺഗ്രസിന്റെ പരാതിയുണ്ട്, മറ്റൊന്ന് പന്തളം കൊട്ടാര പ്രതിനിധി കൊട്ടാര അംഗത്തിന്റെയും പരാതികൾ പോലീസിന് ലഭിക്കുകയും ചെയ്തിരുന്നു. ഈ പരാതിയിൽ എങ്ങനെ കേസെടുക്കേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നിയമോപദേശം തേടിയ ശേഷമാണ് പന്തളം പോലീസ് കേസെടുത്തിട്ടുള്ളതും. എന്തായാലും ഇപ്പോൾ അന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് പന്തളം പോലീസിന്റെ തീരുമാനം. ശ്രുതി, എന്തായാലും ശാന്താനന്ദ മഹർഷിയുടെ മൊഴിയെടുക്കുന്ന കാര്യത്തിലടക്കം ഉടൻ തീരുമാനമുണ്ടാകും. വിശദാംശങ്ങളാണ് ആഷിൻ ഡിയേഗോ നൽകിയത്.